ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ അപർണാസ് ഓൺ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള നട്ടില്ലാത്തൊരു നട്ടി ബബിൾ കേക്കാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു നട്ടി ബബിൾ കേക്കാണ്, പക്ഷെ നട്ട്സ് ഇല്ല എങ്കിലും എൻ്റേതായ കുറച്ച് സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഒരു നനവില്ലാത്തൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഇതുപോലെ ഒരു കപ്പ് മൈദ നല്ല കറക്റ്റായിട്ട് അളന്നിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നനവൊട്ടും കാണാൻ പാടില്ല. എന്നിട്ട് ഇതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മൈദ നമ്മൾ മാറ്റി വെക്കുക. ഇത് എന്ന് പറഞ്ഞാൽ ഈ 2 ടേബിൾ സ്പൂൺ നമ്മൾ മാറ്റിയിട്ട് അതിന് പകരം നമ്മളിതിലേക്ക് കൊക്കോ പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ നേരത്തെ തന്നെ അളന്ന് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ക്രസ്റ്റൻ ക്രംബിൻ്റെ കൊക്കോ പൗഡർ ഒരു 58 ചാനൽ അപർണാസ് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി എന്നിട്ട് ഇത് നന്നായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെയാണെങ്കിൽ ഇത് 2-3 തവണ അരിച്ചെടുക്കുന്ന കുറച്ച് നന്നായിരിക്കും. അതല്ല അല്ലാതെ കുഴപ്പമില്ലാന്നുള്ളവർക്ക് ഇതുമായിട്ട് അരിച്ചെടുത്ത് ഇതുപോലെ നല്ല വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നല്ല സൂപ്പർ ടേസ്റ്റി. ഇനി നമ്മൾ നനവില്ലാത്തൊരു ബൗളിലേക്ക് 4 മുട്ടയും 1 ടീസ്പൂൺ റെസിപ്പിയിലേക്ക് കൂടി ചേർത്ത് മിക്സ് ആക്കുക. എന്നിട്ട് പൊടിച്ച പഞ്ചസാര 1 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത്. പൊടിക്കാത്തതാണെങ്കിൽ 1/4 കപ്പ് മതിയാകും. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുന്നത് വാനില ചേർക്കുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോ കട്ടായി പോയത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്കായിട്ട് പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു വൈറ്റ് കളറിലേക്ക് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഈ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റാക്കി എടുക്കുക. ഓവർ മിക്സ് ചെയ്യരുത്. നമുക്കിതിന് മാറ്റി വെക്കാം. ബീറ്ററിന് ഇനി ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡാക്കി ക്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിന് മുമ്പായിട്ട് 2 ടേബിൾ സ്പൂൺ പാൽ നമ്മളിതുപോലെ റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം. അത് നമ്മൾ മാറ്റി വെക്കാം. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെയായിട്ട് കുറച്ച് ഒരുമിച്ചിട്ട് മിക്സ് ആക്കരുത്, കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്യാം. അതും വളരെ പതിയെ മുകൾ ഭാഗത്ത് ഇങ്ങനെ മിക്സ് ചെയ്യുക. ഓവറായിട്ട് മിക്സ് ചെയ്താൽ കേക്കിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പതിയെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പൊടി ഇട്ട് കൊടുത്ത് ഇത് ഒന്ന് ബാറ്റർ തിക്കാവുന്നതിനനുസരിച്ച് കുറേശ്ശെയായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക. അത് നമ്മുടെ ആ ഒരു ബാറ്ററിൻ്റെ അളവനുസരിച്ചിട്ട് നമ്മൾ ബാറ്റർ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് ആ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പാൽ ചേർക്കുന്നത്. അപ്പം ഇതിങ്ങനെ പൊടി ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. എന്നിട്ട് ബാറ്റർ തിക്കാവുമ്പോൾ പാൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കറക്റ്റ് ഒരു റിബൺ കൺസിസ്റ്റൻസി എന്നൊക്കെ പറയും നമ്മുടെ കേക്കിന്. ആ ഒരു രീതിയൊക്കെ ആകുമ്പോഴേക്കും ഓക്കെ ആയാൽ പാൽ പിന്നെ ആവശ്യമില്ല. ഇതിപ്പോൾ എനിക്കിവിടെ 2 ടേബിൾ സ്പൂൺ പാൽ തന്നെ വേണ്ടി വന്നു. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട എടുക്കും, മുട്ടയുടെ അളവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പം ചെറുതും വലുതൊക്കെ ആയിപ്പോവും. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽ ചേർക്കുന്നത്. മാത്രമല്ല പാൽ ചേർക്കുമ്പോൾ കേക്ക് കുറച്ചുകൂടി സോഫ്റ്റ് ആവും. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കുക, വിനാഗിരി. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മളിത് ബാറ്റർ എപ്പോഴാണോ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് ബേക്ക് ചെയ്യാൻ വെക്കുന്നത് അതിന് തൊട്ട് മുമ്പ് മാത്രമേ നമ്മൾ ഈ വിനീഗർ ഇതിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. വിനീഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക. ആ വിനീഗർ എല്ലായിടത്തും ഒന്ന് എത്തണം. എന്നിട്ട് ഈ ബാറ്റർ അപ്പം മാത്രമേ കേക്ക് ടിന്നിൽ ഒഴിക്കുന്ന തൊട്ട് മുന്നേ മാത്രമേ നമ്മൾ വിനീഗർ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ടൊരു സ്ക്വയറോ എന്തെങ്കിലും വെച്ചിട്ട്, ഇതിപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ്, എൻ്റെ ഒരു സ്ക്വയർ തീർന്നു പോയി. നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുക. അതിൻ്റെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഓവൻ സെറ്റപ്പ് ഇവിടെ റെഡിയാണ്. ഹൈ ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവൻ സെറ്റപ്പാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഇറക്കി വെച്ച് കൊടുക്കാം. ഇറക്കി വെച്ച് കൊടുത്ത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് 40 to 45 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് അവിടെ ബേക്കാവുമ്പോഴേക്കും ഇവിടെ നമുക്ക് 1 കപ്പ് ചൂടുള്ള പാൽ കേട്ടോ, നല്ല തിളച്ച പാലാണ്, അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 5 രൂപേൻ്റെ ഈ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ ചേർക്കണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ മിഠായി മേറ്റാണ് ചേർക്കുന്നത്, അതും നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേറെ നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് വേറൊന്നും ഈ ഇത് ചേർക്കുന്നില്ല. ഇത് നമ്മുടെ കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറപ്പാണ് കേട്ടോ. അപ്പം സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സിറപ്പ് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും വേണം. ഇതൊരു 400 ഗ്രാമിൻ്റെ പാക്കറ്റിന് 150 രൂപ അതാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കണം. അതൊരു 1/2 കപ്പ് വേണം. 1/2 കപ്പിൻ്റെ പകുതി തന്നെ വിപ്പിംഗ് ക്രീം എടുത്ത് നന്നായിട്ട് ചൂടാക്കണം. ചൂടാക്കുന്ന വെച്ചാൽ നല്ലതായിട്ട് തിളയ്ക്കണം. തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ ഗനാഷ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡിയാക്കുന്ന ടൈമിൽ തന്നെ കേക്കിൻ്റെ മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം കേക്ക് ഞാനൊന്ന് തുറന്ന് നോക്കി, ആ മണം വന്നപ്പോഴേക്കും അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനൊരു കത്തി വെച്ചിട്ട് അത് കുത്തി നോക്കി, അപ്പോൾ കത്തിയൊക്കെ നല്ല ക്ലീനായി. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടോ. അപ്പോൾ അതേ നമ്മുടെ കേക്ക് നോക്കി എത്ര സോഫ്റ്റ് ആണെന്നത്. കേക്കിൻ്റെ അടിവശമാണ്, എന്നാൽ അതൊട്ടും തന്നെ ഹാർഡായിട്ടില്ല. കേക്ക് നോക്കി എത്ര സോഫ്റ്റ് ആണ്. അപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ കേക്ക് നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ 4 ലെയർ വേണമെങ്കിലും ആക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മളിനി ഒരു ബൗൾ എടുക്കുക. നനവില്ലാത്ത ബൗളായിരിക്കണം. അതിനടിയിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക. ഞാൻ എപ്പോഴും ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രീം പെട്ടെന്ന് ചൂടായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റിഫായി കിട്ടൂല. ഇങ്ങനെ ആകുമ്പോൾ ആ തണുപ്പ് ബാലൻസ് ചെയ്തിട്ട് ക്രീം പെട്ടെന്ന് സ്റ്റിഫായി കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഫിയോണേൻ്റെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊരു 1/4 കപ്പ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ക്രീം ഇപ്പോൾ ഒഴിച്ചപ്പോൾ അത് കണ്ടിട്ട് കട്ട പോലെ അങ്ങനെ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം. കാരണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഐസിങ് ചെയ്യുന്ന സമയത്ത് കേക്കിൻ്റെ ക്രീം മെൽറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അത് അതിൻ്റേതായ ടെക്സ്ചറിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതേ നമ്മുടെ ക്രീം ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഇതിൽ നിന്ന് ഒരു പകുതി ക്രീം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ഇതുപോലെ ബൂസ്റ്റിൻ്റെ ഒരു 5 രൂപേൻ്റെ ഒരു പാക്കറ്റില്ലേ, അത് ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതല്ല ഇതിന് ഇങ്ങനെ മിക്സ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ക്രീം നിങ്ങൾ കേക്കിന് മുകളിലേക്ക് തേച്ചിട്ട് നമ്മൾ ലെയർ ചെയ്യുമ്പോൾ ഇത് ബൂസ്റ്റിൻ്റെ പൗഡർ ഇട്ട് കൊടുത്താലും മതി. എങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കേക്ക് എല്ലായിടത്തും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഇനി ഒരു കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കേക്കിനെ അസംബിൾ ചെയ്ത് തുടങ്ങാം. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി തണുക്കാൻ മാറ്റി വെച്ച ആ സിറപ്പില്ല, അത് ഫുള്ളായിട്ടല്ല കേട്ടോ, അത് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് നമ്മൾ കഴിക്കുമ്പോൾ ആ കേക്ക് നല്ല സോഫ്റ്റായിട്ട് ഒരു ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഗനാഷ് ഇതിന് മുകളിലേക്ക് കുറച്ചിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് സ്പഞ്ചിനൊക്കെ ആ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് കിട്ടും. എന്നിട്ട് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ച ബൂസ്റ്റും ക്രീമും കൂടെ ചേർത്തിട്ടുള്ള മിക്സില്ലേ, അതിങ്ങനെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇത് നട്ടി ബബിൾ കേക്കാണ്, നട്ടില്ലാത്ത നട്ടി ബബിൾ കേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. നിങ്ങളുടെ കയ്യിൽ നട്ട്സ് ഉണ്ടെങ്കിൽ, അതായത് ബദാം, പിസ്ത ഇങ്ങനെയുള്ള നട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അതല്ല ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, ബിക്കോസ് എൻ്റെ കയ്യിൽ നട്ട്സൊന്നും ഇപ്പം ഇരിപ്പില്ല. അതുകൊണ്ട് ഞാനിതൊന്നും ചേർക്കാണ്ടാണ് ചെയ്തത്. എന്നിട്ട് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച് കുറച്ച് ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ലെയറെല്ലാം നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം.
അപ്പോൾ ഇതേ കേക്കിൻ്റെ 3 ലെയറും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്ക്രൈപ്പറോ അല്ലെങ്കിൽ ATM കാർഡോ എന്തെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അത് വെച്ചിട്ട് ഇങ്ങനെ സൈഡൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എനിക്കെപ്പോഴും കാർഡ്സ് എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് കേട്ടോ കുറച്ചുകൂടി പെർഫെക്റ്റ് അല്ല, എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പകുതി മാറ്റി വെച്ചിരുന്ന സാധനം, നമ്മൾ നോർമൽ ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം, അത് വെച്ചിട്ട് നമ്മളിതൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/8 കപ്പ് കേട്ടോ, അതിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അത് വൈറ്റ് ചോക്ലേറ്റ് അല്ല, വൈറ്റ് കോമ്പൗണ്ട്. അതിലേക്ക് അതിൻ്റെ തന്നെ പകുതി വിപ്പിംഗ് ക്രീം നേരത്തെ നമ്മൾ എടുത്ത പോലെ തന്നെ അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഒന്നൊഴിച്ച് മാറ്റി വെക്കുക. അത് അവിടെ നിന്ന് മെൽറ്റ് ആവും. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീമിലേക്ക് ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീമില്ല, അതിലേക്ക് കുറച്ച് വാനില എസൻസ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഫിയോണയുടെ ഒരു ക്രീമിന് ഫിയോണയുടെ എന്നല്ല, ഒരുവിധം വിപ്പിംഗ് ക്രീമിനൊക്കെ ഫ്ലേവർലെസ് അല്ല. അപ്പോൾ വാനില ചേർക്കുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, ഡിഫറെൻ്റ് ഉണ്ടാവും. ഞാൻ ചേർക്കലുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കോഫി പൗഡർ ചേർക്കുമ്പോൾ മൊത്തം, അതായത് ആ ഒരു പാക്കറ്റ് 5 രൂപേൻ്റെ ആ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് നിങ്ങൾ ചേർക്കരുത്. അതിൻ്റെ ഒരു പകുതിയൊക്കെ മതിയാവും. കാരണം ഓവറായിട്ട് നമ്മൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പകുതി തന്നെ മതിയാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഗനാഷ് ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ചെറിയ തരി ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് അരിച്ചെടുക്കണം. ഇനി നമുക്ക് കേക്കിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ ക്രം കോട്ട് ചെയ്ത പോലെ തന്നെ കാർഡ് വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നുണ്ട്. എനിക്ക് കാർഡ് വെച്ച്, ഞാൻ പറഞ്ഞ പോലെ കാർഡ് വെച്ച് ചെയ്താൽ തന്നെ ഉള്ളിലേക്ക് ഒന്ന് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് കുറച്ച് ബൂസ്റ്റ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇത് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കണം കേക്കിൻ്റെ മുകൾ ഭാഗത്ത്. അപ്പോൾ ഇത് ഞാൻ ബട്ടർ പേപ്പർ എടുത്തിട്ട് അത് കോണാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ബബിൾ പോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ നെറ്റില്ലാത്ത നട്ടി ബബിൾ കേക്കല്ലേ, അപ്പോൾ എന്തായാലും നട്ടില്ലെങ്കിലും ബബിളെങ്കിലും വേണ്ടേ. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ആ ബബിൾസിൻ്റെ മുകളിൽ കൂടി വീണ്ടും നമ്മൾ ഒരു തവണ കൂടെ ബൂസ്റ്റ് അരിപ്പയിലിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കട്ടായി പോയതാണ്. എന്നിട്ട് വീണ്ടും അതേ ബബിളിൻ്റെ മുകളിൽ കൂടി തന്നെ നമ്മൾ വീണ്ടും ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുക. ബബിളിനുള്ളിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്കിന് ശരിക്കും ആ ഒരു ബബിൾ എഫക്റ്റ് കിട്ടുന്നത്. എന്നിട്ട് നേരത്തെ ബാക്കി വന്ന ഗനാഷ്, ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഗനാഷില്ലേ, അത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നത് ഞാനിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചുറ്റിനും. എന്നിട്ട് ഇതുപോലൊരു ഫ്ലവർ നോസിലെടുത്തിട്ട് നമ്മൾ ബാക്കിയുള്ള ക്രീം അതിലേക്ക് ആക്കിയിട്ട് ഇതുപോലൊന്ന് ബോർഡർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിന് ഇങ്ങനെയുള്ള കേക്കിന് നമ്മൾ എന്തെങ്കിലും ബോർഡർ കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബോർഡർ കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ ഒന്ന് ബോർഡർ ചെയ്യുന്നുണ്ട്. അതേ നോസിൽ വെച്ചിട്ട് തന്നെ നമ്മൾ താഴത്തും ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് തീർന്നു പോയത് കൊണ്ട് തന്നെ ഞാൻ പാലിൻ്റെ കവറിലാണ് കേട്ടോ ക്രീം വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്? കാണാൻ മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇത് ഞാനിപ്പോൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കും. അപ്പോൾ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ കേക്ക് എടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കാണ്. നല്ല സോഫ്റ്റാണ് കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.